അഹമ്മദ് മാഷേ, യെസ്, നമ്മുടെ ഈ ട്രംപിനെ കൊണ്ട് തോറ്റിരിക്കുകയാണല്ലോ. ഡെമോക്രാറ്റുകളൊക്കെ പേടിച്ച് ഓടുക. ഇപ്പോൾ കേൾക്കുന്ന കഥ, പുള്ളി മൂന്നാം ഊഴം, അതായത് മൂന്നാമത്തെ തവണയും ഞാൻ തന്നെ പ്രസിഡൻ്റ് ആകും എന്നങ്ങ് ഒരു പ്രസംഗത്തിനിടയിൽ പരസ്യമായിട്ടങ്ങ് പുള്ളി പ്രഖ്യാപിച്ചിരിക്കുക. എന്താ സംഭവം? വല്ലതും നടക്കുമോ? ട്രംപ് ആയതുകൊണ്ടേ രണ്ടും പറയാൻ വയ്യ. എന്തും നടന്നു എന്ന് വരും, എന്തും നടക്കും. ട്രംപ് കാരണം എന്തും ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു എന്ന് വരും. അതെ അതെ. പക്ഷേ പ്രഥമ ദൃഷ്ടിയ അമേരിക്കക്കാര് ട്രംപിന്റെ വിലയെ കൊടുക്കാറുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ ഒരു രീതി അറിയാം. അദ്ദേഹത്തെക്കുറിച്ച് ഈയിടെ വന്ന ഏറ്റവും നല്ല തമാശ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാര്യ, മൂന്നാമത്തെ ഭാര്യയാണല്ലോ. അതെ 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 അതെ. ആദ്യ ഭാര്യയിൽ 3 മക്കളുണ്ട്. ഒക്കെ പിന്നെ ചില്ലറക്കാരെയൊന്നും കെട്ടിയിട്ടുമില്ല. ഒന്നുകിൽ നല്ല സൂപ്പർ മോഡൽസ്, വേൾഡ് ഈ മോഡൽ ഗേൾസ് അല്ലെങ്കിൽ സിനിമാ നടിമാരൊക്കെയാണ് കല്യാണം കഴിച്ചത്. ലോകസുന്ദരിമാരൊക്കെ കിട്ടുള്ളൂ. അപ്പോ ഒടുവിലെത്തിയത് അത് മാത്രമല്ല, ഈ കടുത്ത വിദേശ വിരോധം പറയുന്നയാള് കല്യാണം കഴിച്ചൊക്കെ പുറത്തെ സ്ത്രീകളെയാണ്. അത് ശരി. കുടിയേറ്റക്കാരായി വന്ന് അമേരിക്കയിൽ താമസമാക്കിയിട്ട് അമേരിക്കൻ പൊതുരംഗത്ത് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കുമോ മാഷെ ഈ കുടിയേറ്റത്തെ ട്രംപ് എതിർക്കുന്നത്? അതും ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. വളരെ ന്യായമായ സംശയമാണത്. ഇനി ഈ വീട്ടിൽ തന്നെ വയ്യ, ഇനി നാട്ടിലും സഹിക്കേണ്ട. അപ്പൊ എന്തായാലും അവരുടെ ഭാര്യ, ഇപ്പൊ ഒടുവിലത്തെ മൂന്നാമത്തെ ഭാര്യ ഉണ്ടല്ലോ, മെലാനിയ എന്നിട്ട് അവരുടെ പേര്. അപ്പൊ അവര് മോഡലാണ് അവര്. അപ്പൊ അവര് പറയാം, അവരിലൊരു കുട്ടിയുണ്ട്. ആദ്യത്തെ ഭാര്യയിൽ 3 മക്കളുണ്ട്, പിന്നെ രണ്ടാമത്തെ ഭാര്യയിൽ 1 ഉണ്ട്, 5 മക്കളുണ്ട് മൊത്തം. അപ്പോ അവനിപ്പോ 18 വയസ്സെങ്ങാണ്ടായി അതിലുള്ള കുട്ടിക്ക്. അപ്പൊ മെലാനിയ പറയുന്നുണ്ട്, ട്രംപ് പറയുന്നത് നിങ്ങൾ അങ്ങനെ കാര്യമാക്കണ്ട. കാരണം എൻ്റെ വീട്ടിൽ 2 കുട്ടികളാണ്. ഒന്ന് എൻ്റെ മോനും പിന്നെ മോൻ്റെ അച്ഛനും. എന്നാൽ 2 കുട്ടികളായിട്ട് മെലാനിയ പോലും ഒരു കുട്ടി മനസ്സുകൊണ്ട് ഒരു കുട്ടിയുടെ അപക്വത നിറഞ്ഞ പെരുമാറ്റമാണ് ട്രംപിൽ നിന്ന് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതാണ്. അതുകൊണ്ട് എടുത്തുചാട്ടമാവാം, അല്ലെങ്കിൽ അപക്വമായ വർത്തമാനങ്ങളായ വെറുംപരായിക നോക്കാതെയുള്ള ഇടപാടുകളാവാം. അതൊക്കെ ട്രംപിന്റെ ഒരു സ്വഭാവമാണ്. അതൊരു കുട്ടിത്തം ഉണ്ട്. അതുകൊണ്ടുകൂടി ആവാം, അത് ഇഷ്ടപ്പെടുന്നവരും കൂടി ആവാം അമേരിക്കക്കാരെ. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുത്ത് മാറ്റി നിർത്തിയിട്ടും വീണ്ടും അദ്ദേഹത്തിന് അവസരം കൊടുത്തൊക്കെ അതാവാം. അപ്പോൾ എന്ന് വെച്ചാൽ പിന്നെ ഈ ഡെമോക്രാറ്റ്സിന്റെ ഇടക്കാല ഭരണം മോശമായതുകൊണ്ട് കൂടിയാവാം. എന്തായാലും അദ്ദേഹം തിരിച്ചു വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ട്രംപ് ഇതിന്റെ ഒരുപക്ഷെ ഇപ്പൊ 3ാം തവണ പ്രസിഡന്റ് ആവാൻ കഴിയില്ല. അല്ല, അമേരിക്കയിൽ അങ്ങനെ ഒരു നിയമമുണ്ട്, ഒരാളിന് 2 തവണ കൂടുതൽ പ്രസിഡന്റ് ആകാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഈ ഡെമോക്രാറ്റുകൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ഈ അമേരിക്കയിലെ ലിബറൽസും ഒക്കെ ഭയത്തിലാണ്. കാരണം ഈ ട്രംപ് അമേരിക്കൻ ഭരണഘടന പൊളിച്ചടുക്കുമോ എന്നാണ് അവരുടെ പേടി. അത് അമേരിക്കയിൽ അത്ര എളുപ്പമല്ല കേട്ടോ. നമ്മള് ഭരണഘടന അമേരിക്കൻ പാർലമെന്റിന്റെ സ്ട്രക്ചർ നോക്കിയാൽ അത്ര എളുപ്പമല്ല. പക്ഷെ ട്രംപ് ആയതുകൊണ്ട് വിശ്വസിക്കാനും പറ്റില്ല. ട്രംപ് ആയതുകൊണ്ട് എന്തും ചെയ്തേക്കും എന്നൊക്കെയുള്ള. പക്ഷെ അത് വളരെ ഭദ്രമാണ് അമേരിക്കൻ ഭരണഘടന. അത്ര എളുപ്പമല്ല. അമേരിക്കൻ സംവിധാനം അങ്ങനെയല്ലോ. സെനറ്റേഴ്സ് സിസ്റ്റം വളരെ ഭദ്രമാണ്. പിന്നെ മാത്രമല്ല സെനറ്റിൽ ഇദ്ദേഹത്തിന് രണ്ടിലും ഇപ്പൊ പാർലമെന്റിലെ ഇദ്ദേഹത്തിന് 2ഇടത്തും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും സെനറ്റിലും ഒക്കെ ഇദ്ദേഹത്തിന് കേവലം കഷ്ടിച്ചുള്ള ഭൂരിപക്ഷമേ ഉള്ളൂ. ഇപ്പോ ഭരിക്കാൻ ആവശ്യമായൊരു ഭൂരിപക്ഷമേ ഉള്ളൂ, ഭരിച്ചു പോകാനുള്ള ഭൂരിപക്ഷമുണ്ട്. അതിനപ്പുറത്തേക്ക് മൗലികമായ ഭരണപരിഷ്കാരങ്ങളൊന്നും വരുത്താനുള്ള ഭൂരിപക്ഷം ഇല്ല. പക്ഷേ ട്രംപ് അതൊന്നും നോക്കിയിട്ടല്ല. ട്രംപ് പറയും, നോക്കിക്കോ, ഞാൻ ഇതോടുകൂടി കഴിഞ്ഞു എന്നല്ലേ നിങ്ങളെ വിചാരം? 2ാം തവണയാണല്ലോ, ഇതോടുകൂടി തീർന്നു എന്ന് വിചാരിക്കണ്ട, ഞാൻ 3ാമതും ഭരിക്കും 4ാമതും ഭരിക്കും എന്നൊക്കെ ട്രംപ് പറഞ്ഞേക്കും. അതാ ട്രംപിന്റെ ഒരു ശീലം. പക്ഷേ ഇനി അങ്ങനെ ഗൗരവമായ വല്ല ആലോചനകളും നടക്കുന്നുണ്ടോ എന്നുകൂടി നമുക്ക് പറയാൻ വയ്യ. കാരണം ട്രംപിനെ കൊണ്ടു നടക്കുന്ന ആരാ നോക്കൂ, ഇലോൺ മസ്ക് ആണ്. മാത്രമല്ല മസ്കിനോടുള്ള ആത്മബന്ധം. ഒരു പക്ഷേ ട്രംപ് മസ്കിനെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ മസ്ക് അദ്ദേഹത്തെ ആഞ്ഞു പുണർന്ന് നടക്കുകയാണ്. മസ്ക് രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് മസ്ക് ട്രംപിന്റെ വീട്ടിലാണ്. ഇലക്ഷൻ കാലത്ത് മസ്ക് ഉണ്ട്. കോടികളാണ് അത്രേ മസ്ക് ഈ ഇലക്ഷനിൽ ചെലവഴിച്ചത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്നെ ഞാനാക്കിയതും എന്നെ ജയിപ്പിച്ചെടുത്തതും ഒക്കെ മസ്കാണ്. ഒന്നും കാണാതെ ലോകത്തിലെ കുത്തക മുതലാളിമാര് ഒരു ഭരണകൂടത്തെയും വിലക്കെടുക്കാറില്ല. അതുകൊണ്ട് ട്രംപിനെ ജയിപ്പിച്ചത് മസ്ക് ആണെങ്കിൽ മസ്കിനെ ഒരു ടേമും കൂടി വരുത്താനുള്ള ട്രംപിനെ ഒരു ടേമും കൂടി വരുത്താനുള്ള പണിയും മസ്കുമാര് നോക്കിക്കൂടായില്ല. അല്ലെങ്കിൽ തന്നെ അമേരിക്കൻ ഭരണകൂടത്തെക്കുറിച്ച് പണ്ടേയുള്ള ഒരു ധാരണ, അമേരിക്കൻ ഭരണകൂടം യഥാർത്ഥത്തിൽ അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല ഭരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതും ഭരണകൂടത്തെ ഉണ്ടാക്കുന്നതും തകർക്കുന്നതും ഒക്കെ കോർപ്പറേറ്റ്സ് ആണ്, കുത്തകകളാണ്.
അമേരിക്കൻ കുത്തകകളില്ലാത്ത ഒരു അപ്പൊ അമേരിക്ക ഇല്ല. നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം ഏതാണ്ട് ശരിയാണ്. അത് ശരിയാണ്. പക്ഷെ എന്താ വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇപ്പൊ ഇത് പറയാൻ അർഹതയില്ലാതെ അവരും ഇങ്ങനെയൊക്കെ തന്നെ കുത്തകകളുടെ അടിമകളായി തീർന്നു. അതാണ് പ്രശ്നം. അതേസമയത്ത് ട്രംപിനെ കുറിച്ചുള്ള ഈ ഇപ്പൊ പുതിയതല്ല, പക്ഷെ പണ്ടൊരു ട്രംപ് ആവുമ്പോഴുള്ള ഒരു ഗുണം വ്യത്യാസം എന്താ വെച്ചാൽ ഫ്രാങ്ക് ആണ്, ഓപ്പൺ ആണ്, സുതാര്യമാണ്. ട്രംപ് ഒരു ആലോചിച്ച് നോക്കൂ, അദ്ദേഹം നടത്തുന്ന പ്രധാനപ്പെട്ട പ്രസംഗങ്ങളിലൊക്കെ എലൻ മസ്ക് പോയി മുമ്പിലിരിക്കും. മസ്കിനെ കുറിച്ച് രണ്ട് തമാശയെങ്കിലും പറയാതെ മുമ്പിൽ അവസാനിപ്പിക്കും. അതെ, ഇവൻ എന്റെ ബെഡ്റൂമിലാണ് ഉറങ്ങുന്നത് വരെ പറഞ്ഞു. ഇന്ത്യൻ ഭരണകൂടത്തെ കുറിച്ചൊക്കെ അത്തരം ആക്ഷേപങ്ങളുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു മറയുണ്ടല്ലോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പത്രപ്രവർത്തകരോ പ്രതിപക്ഷമോ ഒക്കെ ചുഴ്ന്നു എടുത്ത് കണ്ടുപിടിച്ചൊക്കെ ആണ് കൊണ്ടുവരുന്നത്. സാമ്പത്തിക ബന്ധങ്ങള്, കരാറുകള്, ഈ പൊതുമേഖലാ സ്വത്തിന്റെ വിൽപ്പന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെടുത്ത് രാഷ്ട്രീയമായ ഇഷ്യൂ ആക്കി കൊണ്ടുവരികയാണ്. അതല്ല, ഇത് പച്ചക്കുള്ള കൂട്ടാണ്. ഒരുപക്ഷെ പറയുകയും ചെയ്യുന്നു, എന്റെ ഭാര്യയേക്കാൾ എനിക്ക് അടുപ്പം മസ്കിനോടാണ് എന്ന് പറയും. മസ്ക് എന്റെ സ്വന്തം അമ്മാവന് അങ്കിളാണ് എന്ന് ട്രംപിന്റെ പേരക്കുട്ടി വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ബന്ധമുണ്ടല്ലോ. അതുകൊണ്ട് ട്രംപിന്റെ ഈ പ്രസ്താവന ഒന്നും ആലോചിക്കാതെ ആവണമെന്നില്ല. ഒരു പക്ഷേ മസ്കിന്റെ തലയണ മന്ത്രം കൂടി ആവാം. ഇനി നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കണ്ട ചേട്ടാ, നമുക്ക് പണി വേറെ നോക്കണം. അങ്ങനെ അല്ല, ഈ 4 കൊല്ലം കൊണ്ട് തീരില്ല, നമുക്ക് വീണ്ടും ഒരു 4 കൊല്ലം കൂടി പിടിക്കണം. അങ്ങനെ ഒരു ബുദ്ധി ഉപദേശിച്ചുകൂടായി ഒന്നുമില്ല. അങ്ങനെ ഉപദേശിച്ചാൽ ട്രംപ് അത് ഉണ്ടാക്കിയെടുക്കാനുള്ള പണി നോക്കുകയും ചെയ്യും. അതാണ്. പക്ഷേ ഈ സെനറ്റിലും ജനപ്രതിനിധി സഭയിലും അമേരിക്കൻ കോൺഗ്രസ് അങ്ങനെയാണ്. അതിനകത്ത് പാർലമെന്റിൽ സെനറ്റിൽ 100 പേരുണ്ട് അല്ലേ? 100 പേരുണ്ട്. അതിൽ 52 സീറ്റാണ് ട്രംപിനെന്നാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റതിൽ 435 ഏതാണ്ട് 200 സംതിങ് 300-നടുത്ത് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതെ, ടോട്ടൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3/2 ഭൂരിപക്ഷം ഇല്ല ട്രംപിന്. എനിക്ക് തോന്നുന്നു ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ പാർലമെന്റിൽ ഭൂരിപക്ഷം മാത്രവും പോരാ. ഇവരുടെ ഈ പ്രൊവിൻസസ് ഉണ്ടല്ലോ, പ്രൊവിൻഷ്യൽ പാർലമെന്റിൽ കൂടി അവിടെയും കൂടി അതിലെയും ഒരു ഭൂരിഭാഗം പിന്തുണ കിട്ടണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വെല്ലുവിളിയുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ കൂടെ ഒരു മൾട്ടി മില്യണയറായ ഒരു സഹസ്രകോടീശ്വരനായ ഒരു ബിസിനസ്സുകാരൻ ആത്മമിത്രമായിട്ട് കൂടെയുണ്ട്. പിന്നെ അളവറ്റ ചങ്കൂറ്റം അത് ട്രംപിനുണ്ട്. ട്രംപിന് ട്രംപ് പിടിക്കുന്ന സാധനത്തിൽ വിടത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സത്യസന്ധമായി സുതാര്യമായി അമേരിക്കൻ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയാണ്. സംഭവം മോദിയും ഷീ ജിൻപിങ്ങും പുടിനും ഒക്കെ ആയിട്ട് തോളി കൈയിടുമെങ്കിലും ആത്യന്തികമായിട്ട് ട്രംപിന് അമേരിക്കക്കാരൻ്റെ അമേരിക്കൻ താല്പര്യങ്ങൾ എന്ന് പറയുന്ന ഒരു അടിസ്ഥാന സിദ്ധാന്തത്തിലാണ് ട്രംപും വിശ്വസിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഡെമോക്രാറ്റുകൾക്ക് ഈ പറഞ്ഞ പോലെ നിക്കക്കള്ളിയില്ലാതെ അവർ ഓടുന്നു. ഡെമോക്രാറ്റ്സിന് പേടിയുണ്ടാവും. അല്ലെങ്കിലും ഡെമോക്രാറ്റ്സ് ഭയപ്പെടും. കാരണം ഡെമോക്രാറ്റ്സിന് ഒരു നല്ല ലീഡർ ഇല്ല. ബൈഡൻ ഒന്ന് രോഗിയായതുകൊണ്ടും ആരോഗ്യ പ്രശ്നം കൊണ്ടും ആണോ അറിയില്ല, ബൈഡൻ അതിവേഗം ഫെയ്ഡ് ഔട്ടായി. എന്നുവെച്ചാൽ ഒരു ദുർബലനാണെന്ന് അനുദിനം തോന്നിച്ചു. അവസാനമായപ്പോഴേക്ക് അദ്ദേഹത്തെ മറ്റേ ആംബുലൻസിലായിരുന്നു, പൂർത്തിയാക്കാൻ പോലും അദ്ദേഹത്തിന് പൂർത്തിയാക്കേണ്ടിയിരുന്നില്ല. മാത്രമല്ല കമലാ ഹാരിസിന് അത് ഏറ്റെടുക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രഭാവം അവരിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതെന്താ കാര്യം എന്ന് വെച്ചാൽ വൈസ് പ്രസിഡന്റ് അമേരിക്കയിൽ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന പോലെയല്ല. വൈസ് തന്നെയാണ്. പ്രസിഡൻഷ്യൽ പവർ എന്ന് പറഞ്ഞാൽ അത് വൈസിനില്ല, അത് വേറൊരു സാധനം. പക്ഷെ വേണമെങ്കിൽ കൂടെ നിന്ന് അതൊക്കെ പഠിച്ചെടുക്കും ഒക്കെ ചെയ്യാം. പക്ഷേ പ്രസിഡന്റ് ആവണമെങ്കിൽ ആവുന്നതിന് മുമ്പുള്ള കാലിബറോട് കൂടി തന്നെ വരണം. അത് അവർ അതിന് എനിക്ക് തോന്നിയത് തോന്നിയിരുന്ന നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യം, കമലക്ക് ഒരു ചാൻസ് പ്രസിഡന്റ് ആയിട്ട് നന്നായാലും ചീത്തയായാലും അടുത്ത തവണ ആവുമ്പോഴേക്കും ഒരു നല്ല പ്രസിഡന്റ് ഉണ്ടാവുമായിരുന്നു. അമേരിക്കയുടെ ഒരു രീതി അതാണ്. പക്ഷെ അത് സംഭവിച്ചില്ല. അത് ഇപ്പോൾ ട്രംപ് കയറി വരികയും ചെയ്തു. മാത്രമല്ല കിട്ടിയ അവസരങ്ങളെല്ലാം ട്രംപ് മുതലെടുത്തു. പിന്നെ അദ്ദേഹത്തിനെതിരെ നടന്ന വധശ്രമം വലിയ തോതിൽ അമേരിക്കക്കാരെ ട്രംപിന് അനുകൂലമാക്കി എന്നുള്ളത് ഒരു കാണാതിരുന്നുകൂടെ. ഒരുപാട് ഘടകങ്ങളുണ്ട്. മാറിയ ഒരു ലോകക്രമം നേരത്തെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതായത് അമേരിക്കൻ കൾച്ചറിനും അമേരിക്കയുടെ ഒരു ലെഗസി ഉണ്ടല്ലോ, മഹത്തായ ഒരു ലിബറൽ പാരമ്പര്യത്തിനും ചേർന്ന ലീഡറാണോ ട്രംപ് എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഞാൻ പറയുക. പക്ഷേ പ്രശാന്ത് ഇപ്പൊ പറഞ്ഞ ഒരു വാക്ക് വളരെ പ്രധാനമാണ്. മാറിയ ലോകം, മാറിയ അമേരിക്ക, മാറിയ അമേരിക്കൻ മനസ്സുണ്ട്.
ഈ ഒരു അമേരിക്കൻ ബോധം എന്ന് പറഞ്ഞാൽ പണ്ട് യൂണിവേഴ്സലായ ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ലോകമായിരുന്നു. ഭൂമിയിൽ ഏത് ദുരിതം പിടിച്ചവൻ വന്നാലും ഏത് അഭയാർത്ഥി വന്നാലും നമ്മളാണ് അഭയം കൊടുക്കേണ്ടത്. ഒരു സുപ്പീരിയോറിറ്റി അതായിരുന്നു. അതിന് നമുക്ക് ശേഷി. ഒരു ലോക പോലീസ് ചമയ. രണ്ട് കാര്യമാണ്. അവർ വന്ന് നമ്മളെ നാട്ടിൽ വന്ന് കുഴപ്പമുണ്ടാക്കാൻ ആരും ശ്രമിക്കുകയില്ല, നമ്മളോട് കളിക്കാൻ ആരും മെനക്കെടുകയില്ല. അതൊക്കെ പുതിയ അമേരിക്കയിൽ തെറ്റിപ്പോയി. അതെ അതെ അതെ. ഇവർ അഭയം കൊടുത്ത് പരിശീലനം കൊടുത്ത് വളർത്തിയെടുത്ത ബിൻ ലാദനാണ് അവരുടെ നെഞ്ചത്ത് ആദ്യം പൊട്ടിച്ചത്. അവിടെ മുതൽ ഇവർ ആഗോള ഭീകരവിരുദ്ധ യുദ്ധം തുടങ്ങി. പിന്നെ ഇവർ ഉപ്പും ചോറും കൊടുത്ത് വളർത്തിയ വിദേശികൾ മുഴുവനും അവർക്കെതിരായി എന്ന് മാത്രമല്ല ആ രാജ്യത്തിരുന്നുകൊണ്ട് ഭീകരപ്രവർത്തനവും ഒക്കെ നടത്താൻ തുടങ്ങി. ഇവരെ ആളും അർത്ഥവും ആയുധവും കൊടുത്ത് വളർത്തിയ ആൾക്കാരെല്ലാം അവർക്ക് തന്നെ വലിയ ഭാരയായി. ഈ സത്യം അമേരിക്ക തിരിച്ചറിഞ്ഞു. മാത്രമല്ല മാഷിപ്പ് പറഞ്ഞ പോലെ മാറിയ ലോകക്രമത്തിൽ ഇന്നൊരു ഒരു എന്താ പറയുക, ഇൻക്ലൂസീവ് ആ ഒരു മാറ്റം അമേരിക്കയിലെ ജനങ്ങൾ വലിയ തോതിൽ ചിന്തിച്ച് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ട്രംപ് നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും കയറി വന്നത്. അതെ അതെ, അത് മാത്രമല്ല അത് ശരിയാണ് കേട്ടോ. അത് അമേരിക്കയുടെ മാത്രം കുറ്റമല്ല, ഒരു പുതിയ കാലത്തിന്റെ ഇപ്പോൾ പോസ്റ്റ് ട്രൂത്ത് കാലത്ത് ഈ ഒരു ട്രെൻഡ് വ്യാപകമാണ്. ഒരു മണ്ണിന്റെ മക്കൾ വാദം ലോകത്തിലെല്ലാം പ്രാദേശികവാദം, ഈ മാതൃഭാഷ എന്റെ മണ്ണിൽ ഞാൻ മതി, അല്ലെങ്കിൽ എന്റെ മണ്ണ് എന്റേതാണ്. അതായത് ഈ മണ്ണും വംശവും തമ്മിൽ ബന്ധപ്പെടുത്തി ഒരു ജന്മസിദ്ധാന്തം രൂപപ്പെട്ട് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ട്രംപ് മൂന്നാമതും ഇപ്പോൾ രണ്ടാമത് അമേരിക്കയുടെ പ്രസിഡന്റായി. ഇനി മൂന്നാമതും അമേരിക്കയുടെ പ്രസിഡന്റ് ആവുമോ, ട്രംപിനെ ലോകം എങ്ങനെ സഹിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭാവിയിൽ കണ്ടറിയേണ്ടതാണ്. നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും കാണാം.